നമസ്കാരം. സംവിധായകൻ സനോജ് മിശ്രയ്ക്കെതിരെ സോഷ്യൽ മീഡിയ വൈറൽ താരം മൊണാലിസ രംഗത്ത്. സിനിമാ സെറ്റിൽ വെച്ച് സനോജ് മിശ്ര മോശമായി പെരുമാറിയെന്ന് മൊണാലിസ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പലതവണ ശരീരത്തിൽ കയറി പിടിച്ചുവെന്നും സത്യം മറച്ചുവെക്കുവാനാണ് സനോജ് മിശ്ര അനാവശ്യ വിവാദമുണ്ടാക്കുന്നതെന്ന് മൊണാലിസ പറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ മൊണാലിസ തനിക്കെതിരായ മോശം അനുഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചത്. തന്റെ കുടുംബത്തിന് പണം മാത്രമാണ് ആവശ്യമെന്നും നേപ്പാളിൽ വെച്ചും ഡെറാഡൂണിൽ വെച്ചും മോശം അനുഭവം ഉണ്ടായെന്നും മൊണാലിസ കൂട്ടിച്ചേർത്തു. മുസ്ലിം ആയതിനാൽ തന്നെ ആക്രമിക്കുന്നുവെന്ന് മൊണാലിസയുടെ ഭർത്താവായ നടനും ഫർമാൻ ഖാൻ വ്യക്തമാക്കി. 2015 എടുത്ത ആധാർ കാർഡ് പുറത്തുവിട്ടായിരുന്നു മൊണാലിസയുടെ പ്രതികരണം. സനോജ് മിശ്ര സംവിധാനം ചെയ്ത ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിൽ മൊണാലിസ അഭിനയിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു മൊണാലിസയും ഫർമാൻ ഖാനും കേരളത്തിലെത്തി വിവാഹിതരായത്. പൂവാറിനടുത്ത് അരിമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടന്നത്. ഗുരുദേവ പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ നടന്ന ചടങ്ങിൽ മേൽശാന്തി കണ്ണൻ പോറ്റിയാണ് കാർമ്മികത്വം വഹിച്ചത്. വിവാഹ ചടങ്ങിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, ജില്ലാ സെക്രട്ടറി V ജോയ്, A റഹീം MP എന്നിവരും പങ്കെടുത്തിരുന്നു. കേരളം നല്ല സ്ഥലമാണെന്നും ഇവിടെയുള്ളവർ നല്ല മനുഷ്യരെന്നുമായിരുന്നു മൊണാലിസ ഭോസ്ലെയും പങ്കാളി ഫർമാൻ ഖാനും വിവാഹശേഷം പ്രതികരിച്ചത്. എന്നാൽ ഇരുവരുടെ വിവാഹത്തിന് പിന്നാലെ ലവ് ജിഹാദ് ആരോപണവും മൊണാലിസ പ്രായപൂർത്തിയായിട്ടില്ല എന്ന ആരോപണം ഉയർന്നു. ഇത് രണ്ടും തള്ളി ഇരുവരും രംഗത്ത് വരികയായിരുന്നു. തുടർന്നാണ് ഇന്ന് പ്രായം തെളിയിക്കുന്നതിന് വേണ്ടി ആധാർ കാർഡ് ഉയർത്തിക്കാട്ടിയത്. മൊണാലിസ ഭോസ്ലെ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വിഴിഞ്ഞ പൂവാറിൽ വെച്ചാണ് നടന്നത്. ഈ ചിത്രത്തിൽ തന്നെ നായകനായിരുന്നു ഫർമാൻ ഖാൻ. വീട്ടുകാർ ഇത് എതിർത്തതോടെയാണ് ഇരുവരും തമ്പന്നൂർ പോലീസ് സ്റ്റേഷനിൽ സംരക്ഷണം തേടിയെത്തിയത്. മൊണാലിസ ഭോസ്ലെയും യുവാവുമായുള്ള ബന്ധത്തോട് പിതാവ് അടക്കമുള്ള ബന്ധുക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. മൊണാലിസ ഭോസ്ലെയെ ബന്ധുവായ മറ്റൊരു യുവാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു രക്ഷിതാക്കളുടെ താല്പര്യം. തങ്ങൾക്ക് വധഭീഷണി ഉണ്ട് എന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ച് ദമ്പതികൾ രംഗത്ത് വരികയും ചെയ്തു. മൊണാലിസയുടെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു സഹായം ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ പങ്കുവച്ചത്. കേരള മുഖ്യമന്ത്രിയോടും പോലീസ് കമ്മീഷണറോടും മാധ്യമങ്ങളോടും അഭ്യർത്ഥിക്കുകയാണെന്നും സുരക്ഷ ആവശ്യപ്പെട്ട് അധികാരികൾക്ക് ഔദ്യോഗികമായി കത്തുകളും മെയിലുകളും അയച്ചിട്ടുണ്ട് എന്ന് മൊണാലിസ പറഞ്ഞു. ഞാൻ മൊണാലിസ ഭോസ്ലെ, ഇത് എന്റെ ഭർത്താവ് ഫർമാൻ ഖാനാണ്. എല്ലാവർക്കും ഒരു കത്ത് സഹിതം ഞാൻ ഈ വീഡിയോ മെയിൽ ചെയ്യുന്നു. ദയവായി ഞങ്ങളെ സഹായിക്കൂ. വധിക്കുമെന്നും അംഗഭംഗം വരുത്തുമെന്നും അവർ ഞങ്ങളെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് വീഡിയോയിലൂടെ മൊണാലിസ പറഞ്ഞത്. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ മൊണാലിസ ഭോസ്ലെയും മഹാരാഷ്ട്ര സ്വദേശിയായ ഫർമാൻ ഖാനും തമ്മിൽ 1.5 കൊല്ലമായി പ്രണയത്തിലായിരുന്നു. ഫേസ്ബുക്ക് വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നതും പ്രണയബന്ധത്തിലാവുന്നതും. ഇരുവരുടെ ബന്ധം വീട്ടുകാർ എതിർക്കുകയും മറ്റൊരാളുമായി മൊണാലിസയുടെ വിവാഹം തീരുമാനിക്കുകയുമായിരുന്നു. ഇതോടെയാണ് ഇരുവരും കേരളത്തിലേക്ക് എത്തുവാൻ തീരുമാനിച്ചത്. മറ്റു സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ ബന്ധത്തിന് വലിയ എതിർപ്പുകൾ നേടേണ്ടി വരുമെന്ന് ഉറപ്പുള്ളതിനാലാണ് കേരളം തിരഞ്ഞെടുത്തതെന്നാണ് ഇരുവരും പറഞ്ഞത്. മൊണാലിസയ്ക്ക് പ്രായം 18 തികഞ്ഞിട്ടില്ല എന്ന വാദമാണ് ഒരു ഭാഗത്ത് ഉയർന്നത്. മകളുടെ വിവാഹത്തോട് യോജിക്കാനാകില്ലെന്ന് മൊണാലിസയുടെ പിതാവും പറഞ്ഞു. വിവാഹത്തെപ്പറ്റി അറിഞ്ഞില്ലെന്ന് ഫർമാൻ ഖാന്റെ കുടുംബം പ്രതികരിച്ചു. പ്രായം സംബന്ധിച്ച് പരിശോധന നടക്കുകയാണ്. കുടുംബം കാണിക്കുന്ന രേഖയാണോ മൊണാലിസ കാണിച്ച രേഖയാണോ ശരിയെന്നത് ഇതുവരെ അവ്യക്തമാണ്. 18 തികയാത്ത വ്യക്തിയുടെ വിവാഹമാണെങ്കിൽ സർക്കാർ പുലിവാല് പിടിക്കും.